ഞങ്ങൾ എത്തിയിരിക്കുകയാണ്, നമ്മൾ ഹോൾ ഗ്യാങ് എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഹലോ എലീന. ഹായ് ബേബ്. നമ്മുടെ നാട്ടുകാർ എവിടെയോ? നാട്ടുകൂട്ടം മിസ്സിംഗ് ആണല്ലേ? ഞാൻ അവരെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സർപ്രൈസ്. കാരണം എന്താ അറിയോ, ഈ നാട്ടുകൂട്ടങ്ങൾ വരുമ്പോ എല്ലാ പ്രേക്ഷകർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും, ആരായിരിക്കും വരാൻ പോകുന്നത്, ഏത് ടീമാണ്, ഇവർ എവിടുന്നാണ് വരാൻ പോകുന്നത്, ഇന്നത്തെ ഗസ്റ്റ് ആരാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ടീമുകളാണ് വരാൻ പോകുന്നത്. ഓക്കെ, പല 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 ഇൻഫ്ലുവൻസേഴ്സ് ആണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ പാട്ടായിരിക്കാം, ചിലപ്പോൾ വരയായിരിക്കാം, ചിലപ്പോൾ സംസാരമായിരിക്കാം, ചിലപ്പോൾ അവരുടെ റീൽസ് ആയിരിക്കാം, ഡാൻസ് ആയിരിക്കാം, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് അവരെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? വെൽക്കം കോമഡി മാസ്റ്റേഴ്സിലേക്ക് നമ്മുടെ സ്വന്തം നാട്ടുകൂട്ടം. തെളിച്ചാലും മുറ്റം വെട്ടി ഒതുക്കിയാലും രാമായ നീ ഉലകം കണ്ടു കിടന്നോളൂ. നീരാട്ടോ ആറാട്ടോ മീനെ മീൻകളെ വേണ്ടാട്ടോ പൂവാട്ടോ കാണാട്ടോ. ഇതിൽ കുറെ പേരെയൊക്കെ ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമുണ്ട്, പക്ഷെ കുറച്ച് പേരെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ആദ്യം മൈക്ക് പിടിച്ചിരിക്കുന്ന ബിൻസിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞോ ബിൻസി. എനിക്കറിയാം, ഞാൻ RJ ബിൻസി, റേഡിയോ ജോക്കി ആണ്, ആങ്കർ ആണ്. മതി 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 മതി. കോട്ടയത്താണ് റേഡിയോ. കോട്ടയംകാർക്ക് ജയ്. യെസ്, കോട്ടയം പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് മുണ്ടക്കയം വരെ പോയിട്ട് വരാം. പറഞ്ഞു കേട്ടോ, എന്നാ ഉണ്ട് വിശേഷം? എന്നായിരിക്കും, നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, ഒത്തിരി സന്തോഷം. ഇപ്പോ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരാണ്. സത്യം പറഞ്ഞാല് ഡോണിസ് കണ്ടാല് ഒരു കാരണവശാലും ആരും മറ്റേ ടീച്ചറാണ് അല്ലെ പ്രൊഫസറാണെന്ന് ആരും പറയില്ല. അതെ, ഹോമിയോ ഡോക്ടർ. ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ. നമ്മുടെ റീലുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹപ്പെടുന്ന കപ്പിൾ അല്ലെ, കപ്പിൾ ഓഫ് ദ ഇയർ, കപ്പിൾ ഓഫ് ദ ഡേ, കപ്പിൾ ഓഫ് ദ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്വന്തം ജാൻമണി ആൻഡ് അഭിഷേക്. ശരിക്കും നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ പുതിയതായിട്ട് എന്റെ പൊന്നെ, ഒരു മാസമല്ല ഒരു വർഷത്തോളം നമ്മൾ കുടുക്കി എന്താണ് വരാൻ പോകുന്നത്, നിങ്ങൾ തമ്മിൽ എന്താണ് ആ ഒരു റിവീലിംഗ് എന്നുള്ളൊരു സംഭവമായിരുന്നു. പറഞ്ഞോ. അത് ദൃശ്യത്തില് ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് ഞങ്ങളിലൂടെ നിങ്ങൾ ആരാണ് ഈ റീൽസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്? ഇത് എടുക്കണം, അത് പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല. നമ്മൾ ഇവന്റ്സിന് ഒരുമിച്ച് പോകുമ്പോ അവിടെ വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് ഇൻഫ്ലുവൻസർ നമ്മുടെ ശ്രുതിയാണ്. ഹായ് ശ്രുതി. വെൽക്കം. എങ്ങനെ പോകുന്നു ലൈഫ് കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഷോർട്ട് ഫിലിംസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? സൂപ്പറായിട്ട് പോകുന്നു. എന്താണ് പുതിയ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ? പ്രോജക്റ്റ് ഒക്കെ കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോണ്ടിരിക്കണേ. ആക്ച്വലി എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, സിനിമയാണ് ലക്ഷ്യം. അപ്പോ ഒരു 1 ഇയറിനുള്ളിൽ സിനിമ നടിയാകുന്ന വിശ്വസിക്കുന്നു. കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേരാണ്. എന്നെ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു പ്രസാദ് എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ, പ്രസീത എന്ന് എന്നെ പറയണമെന്ന് പറഞ്ഞു. അതിന്റെ ഫുൾ നെയിം തന്നെ ദേവി പ്രസീത. അപ്പൊ ദേവി എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു എളുപ്പമാണല്ലോ, സെക്കൻഡ് നെയിം ആണ്. അതെന്താണ് ഈ സെക്കൻഡ് നെയിമിന് ഇത്ര ഇത് പറയാൻ കാരണം? കാരണം ഞാൻ ഏതൊക്കെ വേദിയിൽ പോയിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ ദേവി പ്രിയ, ഓക്കെ, ദേവി പ്രസാദ്, ദേവി പ്രസന്ന. ഇതുവരെ ദേവി പ്രസീത എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു പഠിപ്പിക്കുവാണെങ്കിൽ പറയും. എനിക്കും അങ്ങനെയാ. എന്നെ ആരും ശ്രീവിദ്യ, ശ്രീദേവി ഈ രണ്ടെണ്ണത്തിനും ഞാൻ റിയാക്ഷൻ. ആരെയും വിളിക്കാറുണ്ടോ ഇതിന്? ഡോണ്ട് വറി, എന്റെ ചെക്സ് വരെ റോങ് നെയിമിലാണ്. ശ്വാദ. ചെക്ക് കിട്ടുന്നുണ്ടല്ലോ, ചെക്ക് കിട്ടുന്നെങ്കിലുണ്ടല്ലോ. ബൗൺസ് എന്തുകൊണ്ടാ ബൗൺസ്? സ്വേദേ, ശോദ. ഓൾറൈറ്റ്, നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടാം. വിഷ്ണുജ അല്ലെ, ഡാൻസർ ആണ്. എന്റെ പേര് വിഷ്ണുജ നായർ ആൻഡ് ഐ എം ഫ്രം മുംബൈ. ഇപ്പം ചേച്ചിയുടെ പക്ഷെ വീട് കോഴിക്കോടല്ലേ? അതും കോഴിക്കോടാ. ഇനി അടുത്തത് വീട് കോഴിക്കോടാണ്. കൊച്ചിയില് ആക്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. ഓൾമോസ്റ്റ് 2-3 years ആയി. അപ്പം ഇപ്പൊ ആ ഫീൽഡിൽ തന്നെയാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് കുറെ ഫോണിൽ ട്രൈ ചെയ്തു, കിട്ടിയില്ല. കാരണം നാട് മൊത്തം ചുറ്റിക്കറങ്ങാൻ കശ്മീരിൽ നിന്ന് നമ്മൾ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്.
കണ്ടാൽ ലുക്കില്ലെങ്കിലും ഞാനൊരു ഊര് തണ്ടിയാണ്. ഇല്ല പതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിഷാന ചേച്ചി എന്ന് പറയുന്നത്. നിഷാന ഞാൻ വിളിക്കാം. തള്ളയാണ്. അല്ല പക്ഷെ അതാ പറഞ്ഞേ, ബട്ട് ഷീ ട്രാവൽസ് എ ലോട്ട് അല്ലേ? ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കശ്മീരിൽ നിന്ന് ഇവിടെ വരെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നെക്സ്റ്റ് ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം അല്ലേ? എൻ്റെ പേര് അനകേഷ് എന്നാണ്. എൻ്റെ വീട് തിരുവല്ലയാണ്. തിരുവല്ലയാണ്. ഞാൻ സ്ട്രീറ്റ് ഡ്രോയിങ് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ നാട്ടുകൂട്ടം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഇന്നത്തെ നാട്ടുകൂട്ടം. വൈബ് സെറ്റ് ആണോ? ഓക്കെ ആണോ? ചിരിക്കാൻ റെഡിയാണോ? എങ്കിൽ വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നിങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ ഇത് മാക്സിമം ചിരിച്ചോ, എൻജോയ് ചെയ്യോ. ടുഡേ ഈസ് യോർ ഡേ എന്നുള്ള രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാം. ആക്ച്വലി എന്റെ പറ്റി നിങ്ങൾ ലേറ്റ് ആയത് ഗൂഗിൾ മാപ്പ് ചതിച്ച് വഴി ചോദിച്ച് പോയാ മതി എന്ന് ഞാൻ പറഞ്ഞതാ. സമ്മതിച്ചില്ല. ഇതേ അവസ്ഥയില് ഗൂഗിൾ മാപ്പ് തെറ്റിച്ച ഒരു കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കിയാലോ? കാണാം. അയ്യോ കാറല്ലേ നിന്റെ കണ്ണിക്കുരുവാണോ ഇത്? കാറല്ലയോ പിന്നെ ഇതെന്തോ സൈക്കിളാണോ ഇത്? അതല്ല ഞാൻ പറഞ്ഞത്. വെറുതെ കിടന്ന് കാറല്ലെന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ കിടന്ന കാറോ? എന്റെ വീട്ടിന്റെ ഷെഡിൽ കിടന്ന കാറ് നീയല്ലടാ വണ്ടി ഓടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് ഈ വാഴത്തോട്ടത്തിനകത്ത് കൊണ്ട് കയറ്റിയത്. എന്നിട്ട് പറയാ വെറുതെ കിടന്ന കാറാണെന്ന്. ഓടിച്ചോണ്ട് വന്ന കാറില്ലടാ ഇത്. അത് ഈ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് വന്നപ്പോഴത്തേക്കും തെറ്റിപ്പോയതല്ലേ? ഒറ്റ അടിയാൻ വെച്ചേരും. നീ ആ ഗൂഗിൾ അമ്മയുടെ സൗണ്ട് കേട്ടാലേ നീ ഓടിക്കത്തുള്ളൂ. ഞാൻ 100 തവണ വഴി പറഞ്ഞ അന്നല്ലേ? നിനക്കത് പറ്റത്തില്ല. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചെന്ന്. എടാ അവരുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അവര് പറയുന്നത് കേട്ടാൽ വഴി തെറ്റും. അതുകൊണ്ടാണ് അതിന് മാപ്പെന്ന് അതിന്റെ അടിയിൽ എഴുതിയിട്ടേക്കുന്നത്. മനസ്സിലായോ? വഴക്ക് പറയണം. ഒന്ന് തള്ളാൻ പറ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഓടിച്ചിരുന്ന കാറാണിത്. മൈലേജിന്റെ കാര്യത്തിൽ പുലിയാണ്. ബെൻസിനേക്കാൾ യാത്രാസുഖം. ഒന്നും പറയാനില്ല, മോഹവില. അന്നത്തെ വില 7 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ എടുത്തതാണിത്. അമ്മാവനെന്തേ പറയുന്നേ? നീയല്ലേ പറഞ്ഞ കാറിനെ കുറിച്ചൊന്ന് തള്ളാൻ? അയ്യോ കൈ വെക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞേ. ആഹാ, അപ്പൊ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇത് ആഗ്രഹിച്ച കേസാണ്. നിന്നെ തല്ലുന്നത് എന്തിനാണ്? ഈ വാഴത്തോട്ടത്തിൽ കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് നിന്നെ തല്ലണ്ടേ? പിന്നെ കാറാകുമ്പോ തട്ടിയൊന്നും മുട്ടിനൊക്കെ ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കാണുന്നത് മനസ്സിന് വേറെ ആയതുകൊണ്ടാ. ഓഹോ, കൺവീനിയൻസിങ് സ്റ്റാർ കളിക്കുകയാണല്ലേ? കാറും കൊണ്ടിടിച്ചിട്ട് നീ കൺവിൻസിങ് സ്റ്റാർ കളിക്കുകയാണല്ലേ? ഇതെന്നെ എന്റെ പറമ്പില് കാറ് കൊണ്ടിട്ടേക്കുന്നു. ഇതെന്ത് വാഴയും എന്ത് എന്റെ പറമ്പല്ലേ ഇത്? നിങ്ങളൊക്കെ ആരാ? ഇത് എന്റെ പറമ്പാണോ ഇത്? എനിക്ക് എന്നെ അങ്ങോട്ട് കിടന്ന്. അയ്യോ, ഇത് ചേട്ടന്റെ പറമ്പായിരുന്നു. എന്റെ പറമ്പാണ്. രാവിലെ എന്റെ പറമ്പ് ഞാൻ കിളച്ചോണ്ടിരിക്കുകയായിരുന്നു. ജോലിയുടെ ആത്മാത്ര കൊണ്ട് കിളച്ച് ഇവിടെ വന്നാൽ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചാണ്. അല്ല, ഞാനൊരു കർഷകനാണ്. ആണ്. എനിക്കറിയാൻ മേല അങ്ങോട്ട് ചോദിക്കുക. ഇത് എന്റെ സ്ഥലമാണ്. 1.5 ഏക്കർ പാടത്ത് വെച്ചേക്കുന്ന വാഴകൃഷിയാണ് ഇത്. നിങ്ങളൊക്കെ ആരാണ്? കൃഷി ഓഫീസർ. കൃഷി തൈ വേണോ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. കൃഷി ഓഫീസറാണ്. വാഴത്തൈ, നല്ല ഇനം വാഴത്തൈ കൃഷി ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് ഇവര് പറയുന്നത് കേട്ടു. ഞാൻ ഇന്നലെ അവിടെ വന്നായിരുന്നു. വാഴയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അല്ല, ഇന്ന് ചെന്നാ മതി, വാഴ കിട്ടും. വാഴ കിട്ടും. ഇന്ന് ചെന്നാ മതി. എന്നാ ഞങ്ങൾ പോട്ടെ. എന്റെ പറമ്പിൽ എങ്ങനെയാണോ ഈ കാറ് വന്ന് കേറിയത്? ഒരു ഗൂഗിൾ സ്റ്റോറി വഴി പറ്റിയതാണ്, മാപ്പാക്കണം. അതുപോലെ ഗൂഗിൾ മാപ്പ് വഴി പറ്റിയതാണ്, മാപ്പാക്കണം. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് വന്നപ്പോ തെറ്റിപ്പോയി, അങ്ങനെ പറ്റിപ്പോയതാണ്. എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ട് വന്നേ പറയട്ടെ. ഇത് എന്തിനാണ് കിടന്ന് ദേഷ്യപ്പെടുന്നത്? ഒരു വിഷയത്തിന് നമുക്കൊരു പരിഹാരമില്ലേ? ശാന്തനാകൂ. അവനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ചേട്ടന് കായംകുളത്താണോ വീട്? അല്ല, എന്റെ വീട് പാലായില്. പാലായി ഞങ്ങൾ പിരിഞ്ഞു വന്ന. പാലയിന്ന് പിരിഞ്ഞു വരാൻ തൈരാണോ? ഈ കാർ എങ്ങനെയാണോ എന്റെ പറമ്പിൽ കയറി? എന്റെ വാഴ എത്ര ലക്ഷം രൂപയുടെ വാഴയാണോ നിങ്ങൾ ഇടിച്ചു നശിപ്പിച്ചിട്ട്? ലക്ഷോ? എനിക്ക് കഷ്ടപരിഹാരം തരണം. കഷ്ടപരിഹാരോ? ആ, കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വാഴയാണ്. അതിന്റെ കഷ്ടപരിഹാരം നിങ്ങൾ ഇവിടുന്ന് തന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. വിരലെന്താ പറ്റിയത്? അത് ഇന്നലെ മാങ്ങ എറിഞ്ഞു വീഴ്ത്തിയത്. മാങ്ങ ഉന്നം പിടിച്ചിങ്ങനെ മാങ്ങ എറിയല്ലേ? ഞാനിങ്ങനെ ഉന്നം പിടിച്ച മാങ്ങയ്ക്ക് ഒറ്റയേറ്
ഈ വിരല് താത്താൻ മറന്നുപോയി. ഇതിന് അസ്ഥി പൊട്ടിപ്പോയി. എന്റെ പറമ്പിൽ എങ്ങനെ ഈ കാറ് വന്ന് കയറി? ഒന്നും ചെയ്യരുത്. എനിക്ക് കഷ്ടപരിഹാരം തരണം. ഒരു കാര്യം ചെയ്യാം, ഒരു 200 അങ്ങ് തരാം. 200 രൂപ? 200 രൂപ അങ്ങ് തരാം. 200 നടക്കേല. 25,000 രൂപ തരണം. 25,000? അതിന് എന്തോ മാത്രം. ഇത് കണ്ടോ, ഇത് തന്തവാഴ. ഇതിന്റെ കൈ ഒടിഞ്ഞു പോയി. ഇതെങ്ങനെയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് കുഞ്ഞ് നോക്കണേ, ഒടിഞ്ഞു കിടക്കുന്ന കണ്ടോ. ഇത് അമ്മയാണെ പെടന്ന് കിടക്കുവാണ്. ഇത് 1, 2, 3, 4, 5 കുഞ്ഞുങ്ങൾ, ഒരു ഫാമിലിയിലാണ് നിങ്ങൾ നശിപ്പിച്ചേ. 25,000 പറ്റത്തില്ല, ഒരു 30,000 രൂപ എനിക്ക് തരേണ്ടി വരും. ഇത് പഴുത്തായിരുന്നു ചേട്ടാ. പഴുത്ത നിന്റെ അണ്ണാക്കി ഞാൻ മര്യാദയ്ക്ക് തീരുമാനം ഉണ്ടാക്കും. ഈ 3 വാഴ പയന് 30,000 രൂപ. നിങ്ങൾ എവിടുത്തെ കണക്കാണോ ഈ പറയുന്നത്? ആ കണക്കല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയേ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു 5 വർഷത്തേന് ഞാൻ വളർത്തി വലുതാക്കി ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഏത് കാര്യത്തിനും ഒരു സമാധാനമില്ലയോ? എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു ന്യായമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്. 30,000 രൂപ 3 കൊല വെട്ടിയാണ്. എവിടെ 30,000 രൂപ 3 കൊലയ്ക്ക്? ഇത് ഏത് വാഴയായത്? ഇത് മലവാഴയാ. മരവാഴ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടല്ലോ, കണ്ടിട്ടില്ലല്ലോ. ഇല്ല. താണ്ടിരിക്കുന്നു നിന്റെ പണത്താവ്. ഞാൻ ഒരു കാര്യം പറയാം, 30,000 തരത്തില്ല. 25,000. 30,000 തരത്തില്ല. തർക്കം വേണ്ട. പോലീസ് വിളിച്ചിട്ടുണ്ട്. ഞാൻ പോലീസ് വിളിച്ചിട്ടുണ്ട്. പോലീസ് വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ടോളൂ. എന്റെ പറമ്പിൽ എങ്ങനെ കാറ് വന്നു, എന്റെ ഈ വാഴയൊക്കെ എങ്ങനെ പോയി എന്ന് എനിക്കറിയണം. പോലീസ് വരട്ടെ, ബാക്കിയുള്ള കാര്യം പോലീസ് വരട്ടെ. അല്ല, നീ പോലീസിനെ വിളിച്ചോ? ഞാൻ പോലീസിനെ വിളിച്ചു. ശരിക്കും വിളിച്ചു. അതെവിടാന്നും പറഞ്ഞ നീ പോലീസിനെ വിളിച്ചു വരുത്തുന്നത്? ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ മൊബൈലിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് പോലീസിന് വരും. ലൊക്കേഷൻ അയച്ചു കൊടുത്തു? ഗൂഗിൾ മാപ്പ് വഴി. ഒരു ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ ഇട്ടതിന്റെയാണ് ഞാൻ 25,000 രൂപ ഇപ്പൊ നഷ്ടപരിഹാരം കൊടുക്കാനിരിക്കുന്നത്. ഇനി ആ പോലീസുകാർ എവിടെ ചെന്ന് കയറും? നിന്നെ ഞാൻ അതെ, എന്റെ കൊലയുടെ കാര്യം നടക്കുവോ? തന്റെ കൊലയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് ഇവന്റെ കൊലപാതകം ഞാൻ നടത്തും. 25,000 നഷ്ടപ്പെടും. Turn right. കള്ളക്കളവി. നോക്കണ്ടേ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്താ പ്രശ്നം? ഞാൻ പറയണൊന്നും ഇയാൾ കേക്കണില്ല കൊച്ചേ. അത് വലിയൊരു പ്രശ്നമാണ്. എന്താ ഏട്ടാ പ്രശ്നം? എന്താ കേക്കാത്തെ? ഞാൻ പറഞ്ഞു അവള് കേൾക്കണില്ലെന്നേ. അല്ല, നിങ്ങൾ രണ്ടുപേരും പറയണേ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണമെങ്കിൽ അത്ര പതുക്കെയാണോ നിങ്ങൾ ഈ സംസാരിക്കണേ? ചേട്ടാ, എന്താണ് പ്രോബ്ലം? ചേട്ടാ, വലിയ പ്രശ്നമാണ്. ഇവര് ഡൈവോഴ്സിന്റെ വക്കിലാ. ഇവര് രണ്ടുപേരും. ഏതിന്റെ വക്കില്? ഡൈവോഴ്സിന്റെ വക്കില്. വക്കിലല്ലേ ആയോളൂ. അവരെ നീ കൊക്കയിലേക്ക് തള്ളി. അവര് കൊക്കയിൽ വീഴുഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, വിഷ്ണുപ്രിയയുടെ ഷെജിറയുടെ പെർഫോമൻസ് കാണാം. അതായിരിക്കും നല്ലത്. ഒരു കൈയടിച്ചാ ഞാൻ ചമ്മില്ല. എന്തിനാണ് ഇപ്പൊ വക്കീലിനെ കാണാൻ വിളിച്ചോണ്ട് വന്നത്? വക്കീലിനെ കാണുന്നതാ? നമ്മൾ തമ്മിൽ പിരിയുന്നു, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കൂല. ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോണു. തെറ്റുകൾ നീ പറയല്ലേ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. 2021 കാലഘട്ടത്തിൽ അതെ, ആകെ 6 മിനിറ്റ് സമയമുള്ളൂ. വലിച്ചു നീട്ടല്ലേ. ഹോട്ടലിൽ ചപ്പാത്തി വരത്തിരുന്ന ആളെയൊക്കെ കല്യാണം കഴിച്ചാലേ എല്ലാം പരത്തിയേ പറയുള്ളൂ. 2021 കാലഘട്ടത്തിൽ കൊച്ചു കുട്ടികളെ വരെ ഇക്ലിപ്പെടുത്തിയിരുന്ന ഒരു കൊച്ചു പുസ്തകം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. തീ പുസ്തകമല്ലേ? മറ്റേത് പറയാൻ പറ്റൂല. അത് പറയരുത്. അങ്ങനെ ഒരു കൊച്ചു പുസ്തകം നിന്റെ പെട്ടിയിൽ നിന്നും എനിക്ക് കിട്ടി. എന്റെ പെട്ടിയിൽ കൊച്ചു പുസ്തകം? അച്ഛാ, ചേട്ടാ പഠിക്കുമ്പോ ബുക്ക് പോലെ എന്റെ ബാഗിലില്ല. എനിക്ക് കിട്ടി. ഓട്ടോ ജാഫർ. അയ്യോ, അതെന്റെ ഓട്ടോഗ്രാഫ് അല്ലേ? നിന്റെ ഈ ഓട്ടോഗ്രാഫ് ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിന്റെ ഗ്രാഫാണ് താഴ്ത്തി കാണുന്നത്. പിന്നെ ഇവളുടെ ഓട്ടോഗ്രാഫിലെ പാരഗ്രാഫ് വായിക്കണം. കണ്ടില്ലായിരുന്നു. നീ കണ്ടില്ലല്ലേ? കാണിച്ചേരാടി മോളെ. ഞാൻ കാണിച്ചരാം. ഇതെന്തെന്നാടി? അയ്യോ, ശാസ്ത്രം മുന്നോട്ട്, മൂത്രം താഴോട്ട്, നീ എങ്ങോട്ടാടി പറഞ്ഞു പോയത്? എന്റെ കൂട്ടുകാരൻ അലക്സാണ്ടർ എഴുതിയതാണ്. എന്റെ അലക്സാണ്ടർ. നീ അലക്സാണ്ടറിന് എന്തെങ്കിലും കൊടുത്തടി? ഞാനൊന്നും കൊടുത്തില്ല. മുഖത്ത് നോക്കി കള്ളം പറയരുത്. സത്യമായിട്ട് ഞാനൊന്നും കൊടുത്തില്ല ചേട്ടാ. പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെന്ന്. പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെന്ന്. മനസ്സിലാവണില്ലെന്ന്. നീ കണ്ടില്ലല്ലേ? കാണിച്ചരാടി മോളെ. ഞാൻ കാണിച്ചരാം. അയ്യോ, ദേ ഞാൻ കാണിച്ചരാം.
ഇവിടെ പറഞ്ഞിട്ട് മനസ്സിലായില്ല, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കി പറയാ. ആ മുഖത്ത് നോക്കി പറയടി, നീ എന്താ കൊടുത്തത്? ഒരു പ്രാവശ്യം കൊടുത്തു. എന്ത് കൊടുത്തു? ഞാനൊരു ചൂരൽ വടി കൊടുത്തു. ശാസ്ത്രം മുന്നോട്ട് മൂത്രം താഴോട്ട് കളഞ്ഞവന് ചൂരൽ വടിയാണ് നീ കൊടുത്തത്. അല്ല ചേട്ടാ, ഞാൻ അവനെ ചൂരൽ വടി കൊണ്ട് കൊറേ തല്ലിട്ടുണ്ട്. അപ്പൊ എന്റെ ഓർമ്മക്ക് വേണ്ടി ഞാൻ അവന് ചൂരൽ വടി കൊടുത്ത് അവൻ എല്ലാ ദിവസവും രാത്രി അത് കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങണം. കല്യാണം കഴിഞ്ഞവന്റെ പക്ഷെ പിള്ളേരില്ല. അതല്ലെങ്കിൽ അങ്ങനെടി, ചൂരൽ പ്രസവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അത് പോട്ടെ, അത് പോട്ടെ. ഇത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇംഗ്ലീഷ് അല്ലേ? അതാ പറഞ്ഞത്, ഇത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. എനിക്ക് അറിയാൻ പാടില്ല. എന്താ അറിയണത്? Catch me if you can. അതിന്റെ മലയാളം പറയടി. പറ്റുമെങ്കിൽ പിടിച്ചോളാം. പറ്റണില്ലല്ലോ. അതല്ലെന്ന്, ഇത് എഴുതണമാരെ പിടിക്കാൻ പറ്റണില്ലാണ്. അത് പോട്ടെ. എന്റെ പിടിവെള്ളിപ്പോയ സംഭവം എന്തുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് പ്രധാനമായിട്ടും വരാൻ കാരണം. ടെൻഷൻ ആക്കല്ലേ, പറ. പ്രണയം ട്രൗസർ പോലെയാണ്, ഫ്രണ്ട്ഷിപ്പ് ഷഡ്ഡി പോലെയാണ്. ട്രൗസർ ഊരിപ്പോയാലും ഷഡ്ഡി നമ്മുടെ മാനം കാക്കും. ഇത് ഏതവനാടി എഴുതിയത്? ഇതില്ലേ കുട്ടിയാകിൽ എഴുതിയതാണ്. അത് കുട്ടിയാകിലല്ല, ഷഡ്ഡിയാകിൽ. അല്ലെങ്കിൽ ഇത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ എഴുതിയാല. അയ്യോ, അതല്ല അവന്റെ ഇരട്ട പേര്. ഞങ്ങൾ അവനെ വിളിക്കണതേ വാഴക്കാപ്പഴമെന്നാണ്. പഴം? ആ പറയടി, പറ. ചേട്ടാ, അത് മാത്രല്ല, അവൻ എഴുതിയ വേറെ ഉണ്ട് ചേട്ടാ, വായിച്ചില്ലേ? എന്താണത്? നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ, മരണം വരെ ഞാൻ നിന്നെ കാത്തിരിക്കുമെന്ന്. അവൻ ഇപ്പോഴും എന്നെ കാത്തിരിക്കണ, കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇന്ന് അവന്റെ മരണം, ഞാൻ അവനെ കൊല്ലും. എന്തിനാണ് ചേട്ടാ? ഒന്ന് പോടി. ചേട്ടൻ ഈ ലവ് സ്റ്റോറി പോലത്തെ മാത്രമേ വായിച്ചോളാം. ഇതിനകത്ത് എന്തെല്ലാം നല്ല കോമഡി ഉണ്ടെന്ന് അറിയാമോ? അതെ, ഇത് കേട്ടോട്ടാ. കോസ് തീറ്റ മറന്നാലും ടാൻ തീറ്റ മറന്നാലും ചോറ് തീറ്റ മറക്കരുത്. ഇതാരെ എഴുതി? മനസ്സിലായി. ആരേട്ടാ? നോബി മാർക്കോസ്. പുള്ളിക്കാണ് ഈ തീറ്റയുടെ കാര്യം മാത്രമുള്ളത്. ഞാൻ കണ്ട, ഞാൻ വഴിതെറ്റാ. പക്ഷേ വഴിതെറ്റാത്ത മറ്റൊരു സാധനം എന്തെന്നാടി? നിന്റെ കണ്ണുകളിലേക്ക്. അതങ്ങനെയല്ല, ഞാൻ വായിച്ചുതരാം. നിന്റെ കണ്ണുകളിലേക്ക് ഞാൻ ആദ്യമായി നോക്കിയ നിമിഷം നിന്റെ മായാജാല കണ്ണുകൾ എന്നെ തടവിലാക്കി. നിന്റെ മായാജാല കണ്ണുകളെ എന്നെ തടവിലാക്കിന്ന്. എല്ലാരും കണ്ടേക്കണേ. കുറച്ച് കഴിയുമ്പോ ഈ കണ്ണിന്ന് 2 വെള്ളരിപ്രാവ്, പല നിറത്തിലുള്ള കൊടകൾ, വാച്ച് പൊട്ടിച്ച് വേറെ വാച്ച് വരും. അവസാനം കണ്ണിന്റെ ഒരു ഫയർ എസ്കേപ്പ് കൂടി ഉണ്ടല്ലോ. എന്റെ കണ്ണിനെ മായാജാൽ അവൻ കണ്ടു. ആ മായാജാലം ഞങ്ങൾക്കൊന്ന് കാണണം, അതിനു വേണ്ടിട്ടാണ്. ഞാനെന്നും അതൊന്നും ഞാൻ പറഞ്ഞില്ല ചേട്ടാ. എന്ത് പറഞ്ഞില്ല? ചേട്ടൻ എന്തൊക്കെ പറഞ്ഞ പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞ പോരെ. എന്ത് പറ്റൂലെന്നടി? എടി, എനിക്കൊന്നും ഓട്ടോഗ്രാഫ് ആരും തന്നിട്ടില്ല. ഞാൻ അഭിമാനമുള്ള ആൾക്കാർ. അഭിമാനം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതെ, വിദ്യാഭ്യാസം വേണം. 8ാം ക്ലാസ് പഠിച്ചവന് ആര് ഓട്ടോഗ്രാഫ് കൊടുക്കാനാണ്? ശരിയാണ്, നിനക്ക് പഠിപ്പ് കൂടി പോയി, അതിന്റെയാണ്. അല്ലല്ലോ, എന്റെ അമ്മ പറഞ്ഞ ഇതുപോലെ ഒരു കഴിവില്ലാത്തവനെ സ്നേഹിക്കാൻ നിൽക്കരുത്, കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ആർക്കാടി കഴിവില്ലാത്തത്? നിങ്ങൾക്ക്. എന്റെ കഴിവിനെ കുറിച്ച് അറിയണമെങ്കിലേ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം. ഞാനുണ്ടല്ലോ, വലിയ മരത്തിന്റെ പൊക്കത്ത് റോപ്പ് കെട്ടിട്ട് കാല് മേപ്പോട്ടും കൈ കീപ്പോട്ടായിട്ട് ആടും. ലേയും കമ്പിയുടെ പൊക്കത്ത് ഞാൻ എത്തിപ്പിടിക്കും. തെങ്ങിന്റെ മണ്ടൽ ഞാൻ ഊർന്നിറങ്ങും. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താന്നറിയോ? ഇവൻ എന്തിന്റെ കൊഴുപ്പാന്ന്. കൊഴുപ്പ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ? കുഴപ്പം നിനക്കറിയാമോ? എന്റെ കഴിവ് കണ്ടിട്ട് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ സിനിമയിൽ അഭിനയിച്ചു. അഭിനയം കണ്ടിട്ട് സംവിധായകൻ പറഞ്ഞറിയുമോ? എന്റെ അഭിനയിച്ചിട്ട് കൂടിപ്പോയെന്ന്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഓവർ ആക്ടിങ്. എനിക്ക് മനസ്സിലായി, അത് ഓവർ ആക്ടിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ ഡയറക്ടർ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ എന്റെ മറ്റേ അടുത്ത ടാലന്റ് കാണിക്കുന്നു പറഞ്ഞു. കാണിച്ചു. 2 സീൻ എനിക്ക് കിട്ടി. നിനക്ക് കാണണോ എന്റെ മറ്റേ അടുത്ത ടാലന്റ്? എന്റെ മറ്റേ അടുത്ത ടാലന്റ് കാണാൻ ആഗ്രഹമുള്ളവർ കൈവക്ക്, ഞാൻ കാണിക്കാം നിനക്ക് ഞാൻ മറ്റേ ടാലന്റ്. ഈ ഒന്നിൽ കൂടുതൽ കഴിവുള്ള ആൾക്കാർ നമ്മൾ പറയില്ലേ, മൾട്ടിപ്പിൾ ടാലന്റ്. എന്താണ് മൾട്ടിപ്പിൾ ടാലന്റ്? യെസ്, മറ്റേ അടുത്ത ടാലന്റ്. മൾട്ടിപ്പിൾ ടാലന്റ്. നീ കൂടുതൽ തിരുത്തണിക്കല്ലേ? എടി, എല്ലാ ദിവസവും നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം മുതൽ ആ എണ്ണചേർന്ന ക്ലബ്ബിൽ ആൾക്കാർ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ്. അയ്യോ ചേട്ടാ, എണ്ണചേർന്ന ക്ലബ് അല്ല, രണചേതന ക്ലബ്ബ്. ഇവൾക്കത് രണചേതന ക്ലബ്ബാണ്. പക്ഷെ അവന്മാരെ മട്ടും ഭാവം കണ്ടാൽ അറിയാം എണ്ണ ചേരാൻ വേണ്ടി വരണമെന്ന്. ആ ചിരിക്കുന്നവരെ നിന്നെയും കണ്ടിട്ടുള്ള കൂട്ടം. എന്ത് പറയണെന്ന്? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ചേട്ടന് പറ്റില്ല, പക്ഷെ എനിക്കാണെങ്കിൽ റേഷൻ കടയിൽ പറ്റി, ബ്യൂട്ടി പാർലറിൽ പറ്റി, എന്തിനാ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ അടുത്ത് വരെ എനിക്ക് പറ്റാണ്. ചേട്ടൻ തല ഇറങ്ങണുണ്ടോ? എന്താ? അയ്യോ, എന്ത് പറ്റി? തലറങ്ങിയല്ലേടി. നീ ഈ പറഞ്ഞ കോമഡി കേട്ടിട്ടേ അത്യാവശ്യം ചാർജ് പോയിട്ടിരുന്ന ബാറ്ററി ഡൗൺ ആയി പോയതാ. സമാധാനായി. കൗണ്ടർ പറഞ്ഞില്ല, നീ പരിപാടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ആ സന്തോഷത്തിൽ ബാറ്ററി ഒന്നുകൂടെ ചാർജ് കേറിയിട്ടുണ്ട്. ഇനി വേണം ഒറ്റ മീറ്ററിൽ സംസാരിക്കാത്ത പെണ്ണോട്ട് എനിക്ക് ജീവിതം തുടങ്ങാനായിട്ട്. ഹലോ, പറഞ്ഞ കേട്ട ആര് വരാനോ? നമ്മൾ തമ്മിൽ ഇഷ്ടം ഒന്ന് പറ കൊച്ചങ്ങട് പറ. ആ റെഡ് അവൾക്കറിയാം. വൃത്തിട്ടവനെ ഇത് ദയാനല്ലേട്ടോ, മതയാനിയാണ്.
ഞാൻ എന്താന്ന് പറയാൻ വന്നേന്ന് മനസ്സിലായോ അതെ 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 നിന്റെ പേര് മഹിളാമണി എന്നല്ല ജാനുമണി എന്നല്ല. അതെ കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞെന്താ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തേനായിരിക്കും പാലായിരിക്കും പാല് പോലെ പരിശുദ്ധമായിരിക്കും. അതിനിപ്പോ എന്താണ് ഞാൻ പറഞ്ഞ കുഴപ്പമെന്താ? പാലാണ്, പാലാകുമ്പോ പിരിയും. ആ തൈര് അല്ല പാല് പിന്നെ തൈരല്ല ചേട്ടാ. ഞാനേ നീ വീട്ടിൽ വിളിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടി. വക്കീലിന്റെ അടുത്ത് പോകാൻ വരട്ടെ ചേട്ടാ. വക്കീലിന്റെ അടുത്ത് പോകുന്നു, നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നു, നമ്മൾ പിരിയുന്നു, നീ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഉറപ്പിച്ച എന്നാ ഇതിന്റെ ലാസ്റ്റ് പേജും കൂടി വായിച്ചിട്ട് വെക്കും. എന്തിനാണ് ഇത്രയും വായിച്ചത്? പോരാ വായിക്ക്. നീ ഭയങ്കര എവിഡൻസ് ആണ് വക്കീലിന് കൊടുക്കാൻ വേണ്ടി പോണത്. എന്താണത്? ഭൂമി കറങ്ങും നീയും കറങ്ങും, അവസാനം നീ കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് വന്നു ചേരും. അരുൺ തുളസീധരൻ. ഇനി അഡ്വക്കേറ്റിന്റെ പേരൊന്ന് വായിച്ചേ. അരുൺ തുളസീധരൻ. ആ പേരും ഈ പേരും സെയിമ. പേര് മാത്രല്ല ആള് സെയിമ. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ എന്നെ അവന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നില്ല മനുഷ്യ. ദൈവമേ, മര്യാദക്കൊന്ന് പിരിയാൻ പോലും സമ്മതിക്കല്ലോ. ചേട്ടൻ വായിക്കാത്ത ഒരു ഓട്ടോഗ്രാഫ് കൂടി വീട്ടിലുണ്ട്. ഒന്ന് നിർത്തിക്കടി. ഞാൻ അതെങ്ങനെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കുമ്പോഴാണ് പിന്നെ ഓട്ടോഗ്രാഫ് ഉണ്ട് അവള് പറഞ്ഞു. ഇത് നിങ്ങൾ പാടുന്ന എന്തിനാ? അവിടെ ഷെബിൻ ചേട്ടൻ എന്താ പണി? പാട്ടിട്. എടി സമയദോഷാണ്, ഇനി വരുന്ന മ്യൂസിക്കിന് ഒരു റൈറ്റ്സ് ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഞാൻ വാഗോണ്ടിട്ടത് കേട്ടാ. പെപ്പര 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 ബാറ്ററി ചാർജ് ആയി പൊട്ടിത്തെറിച്ചു. അത്ര കിടുവായ പെർഫോമൻസ്. നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനോട് ചോദിച്ചു നോക്കാം ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ജെന്യുവൻ ആയിട്ട് തുടങ്ങട്ടെ. ബിൻസി ചേട്ടാ, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, BA പഠിച്ചാലും MA പഠിച്ചാലും ചേച്ചിനെ മറക്കരുത്. പക്ഷെ അവൾക്ക് മറക്കാതിരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. ഇഷ്ടംപോലെ അടിപൊളിയായിരുന്നു. ശ്രുതി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ചിരിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ട് ഇരിപ്പുണ്ട് അവിടെ. കാരണം ഇടയ്ക്ക് നീ ആരാ, ജാനുമണി ആണോ എന്ന് ചോദിച്ചു അല്ലേ? റിയാക്ട് ചെയ്യുമ്പോ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യണം, എനിക്ക് ഇറങ്ങി ഓടാനുള്ള. അല്ല, ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ അഖിലിനെ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണോ? അഖിൽ പക്ഷേ എല്ലാം ഓക്കെ പറഞ്ഞിട്ട് അത് ഞാൻ കുറച്ച് കാണിച്ചു കൊടുക്കാം. എങ്ങനെയാ അത്? ഇവിടെ വന്ന് കാണിച്ചോ. ഇങ്ങനെ പറയുന്നുണ്ട്, കാലിങ്ങനെ വെക്കണം, കാല് ഇങ്ങനെ വെക്കണം, പിന്നെ സാരി പൊക്കണം. ഓ, സാരി ആണെങ്കിൽ സാരി. ഇതാണ് ഒറിജിനൽ. മൊത്തത്തിൽ കോമഡി ആയിരുന്നു. നല്ല എന്റർടൈനിങ് ആയിരുന്നു ഫുള്ളായിട്ട്. അടിപൊളിയായിരുന്നു. സജീർ പിന്നെ നോൺ സ്റ്റോപ്പ് ആണ്. സജീറിന്റെ വണ്ടി വിട്ടോളൂ പോയത്. അതിന്റെ കൂടെ വിഷ്ണുപ്രിയൻ അടിപൊളി, നമ്മളെ കൂടി ഇൻക്ലൂഡ് ചെയ്തു അല്ലേ? അതാണ് അടിപൊളി. ശരി, നമുക്ക് ഇനി നമ്മൾ കാത്തിരുന്നെന്ന് പറയുന്നത് ഇവരുടെ സ്കിറ്റ് അടിപൊളിയായിരുന്നു. ശരിക്കും നല്ല പവർ ഉണ്ടായിരുന്നു. പക്ഷെ ആ പവറിന് എത്രത്തോളം പണം നേടി എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വാ, തിരിഞ്ഞു നോക്കാം. ₹50,000. 50,000. ആളിയ വരവ് പൊളിച്ചു. കിടും, സന്തോഷായില്ലേ? വേറൊരു കാര്യം കൂടെ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. അതായത് നമ്മൾ ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ 50,000 എത്തിയിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഒരു ബാറ്ററി കൂടെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരെണ്ണം വന്നേനെ. പക്ഷെ ഇത് അത് നടന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചിരിപ്പിക്കുന്ന നമ്മൾ ഒരുപാട് നേരത്തെ ചിരിച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ 75,000 നെക്സ്റ്റ് ബാറ്ററിയും വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ബാറ്ററി ഡബിൾ ബാറ്ററി, അപ്പൊ ഡബിൾ പാക്ക് ആയിട്ട് വരണം. ഉറപ്പായിട്ടും നമ്മൾ രണ്ടാമത്തെ ബാറ്ററി എടുപ്പിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവരുണ്ടാവും ഉടനെ. ഉണ്ടാവട്ടെ. പൈസ വരട്ടെ. ആ നമ്പര് മാറി എന്റെ ഫോണിലേക്ക് വരണേ. ചേച്ചി എല്ലാം വാരിക്കോരി കൊടുത്തില്ല, അവസാനം വണ്ടിക്കൂലിക്ക് ഞങ്ങളുടെ ചോദിക്കല്ലേ? ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ടാൽ എന്തായാലും നമ്മൾ എല്ലാരും കൊടുത്തോളൂ അല്ലെ? സെൻഡ് ചെയ്യുമ്പോ ഇതുവഴിയല്ലേ പോണ? അല്ല, ഒരു 15 ഇതുവഴി. ഓക്കെ,
ഫോൺ എടുത്തോ. ഫോണിലെ ക്ലിങ് എന്ന് വരുന്ന ഒച്ച കേൾക്കുമ്പോ ഒരു സമാധാനം അല്ലേ? ഇത് അയക്കാണ് 50,000. ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ 50,000 വരുന്നത്. ഈ കൗണ്ട് നിർത്തിക്കോ കേട്ടോ. കൊള്ളാം. അപ്പൊ അടുത്ത തവണ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു ബാറ്ററിയും കൂടെ വരാൻ സാധിക്കട്ടെ. 75,000 നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പൊളി പെർഫോമൻസിന്റെ ഇടയിൽ ബ്രേക്ക് വേണ്ടേ? എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയായിട്ട് വരാം. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വരുന്നു, ഞാൻ വാതിൽ തുറക്കുന്നു, പാല് കൊടുക്കുന്നു, പകുതി അവള് കുടിക്കുന്നു, പകുതി ഞാൻ കുടിക്കുന്നു. പകുതി എനിക്ക് തരണം. അത് പറ്റുമോ? അത് 3 പേര് അടിച്ചാൽ ശരിയാവൂലേ? അല്ല അത് ഇത് അല്ല ഏവള് പറഞ്ഞെന്ന് പറഞ്ഞ ഇത് ആദ്യ രാത്രി. ആരാത്രി? ആരുടെ ആദ്യ രാത്രി? എടാ എന്റെ അച്ഛൻ പിന്നെ പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് 12 വർഷമായി. ഇതുവരെ അവനൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. അവനാണ് ആദ്യ രാത്രി. അല്ലണ്ണ ഞാൻ ഇവിടെ ജസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നേ ഉള്ളൂ. എന്താ ചാർജ്? അല്ല ഇവിടെ ബാറ്ററി ഇല്ലേ, അത് ജസ്റ്റ് ചാർജ് ചെയ്ത് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അത് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിന്റെ ആദ്യ രാത്രി അല്ല? എന്റെ ആദ്യ രാത്രി അല്ല സഹോദര. ഈ ആദ്യ രാത്രി ഗംഭീരാക്കാൻ വേണ്ടി 2 പേരും ഒന്ന് പോണ്ട്. വിഷ്ണു സിബി. ഈ ആദ്യ രാത്രി അവര് നോക്കിക്കോളും. തൽക്കാലം പാലവിടെ പോയി. എനിക്ക് കല്യാണം കഴിയാത്തോണ്ടേ ഈ ആദ്യ രാത്രി വിരിവിരാന്ന് വരും. നിനക്ക് ആദ്യ രാത്രി അല്ല, എന്തെങ്കിലും കണ്ടാലേ അവൻ വരും. അപ്പം ബാ സിബിയും ബാ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ 2 പുതിയ താരങ്ങളെ കിട്ടിയിരിക്കണം നമുക്ക്. സിബിയും വിഷ്ണുവും. നിങ്ങളുടെ കട്ടിൽ റെഡിയാണ്, പാല് റെഡിയാണ്. അത് ആദ്യശാലം പൂച്ച കുടിച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കാല് ബാറ്ററി അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇട്ട് തന്നാൽ മതി. അത് പവർ കയറുന്നായിരുന്നു ഞങ്ങളേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും. ഓക്കെ. ഒളിച്ചോണേ. 3 ചേച്ചിമാരുടെ ഇരിപ്പുണ്ട്. അവരെ ചിരിപ്പിക്കാൻ. അല്ല ഒരു കുഞ്ഞമ്മ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി. സിനിമയിൽ എത്ര ഫസ്റ്റ് സീനാണ് ഞാൻ കോരി തരിച്ചെന്നു. ഇന്നെന്റെ ഫസ്റ്റ് നൈറ്റ് ആണേ. ഒന്ന് മിന്നിച്ചേക്കണേ. പാലായി പഴമായി ഞാനായി. അവളോട് എത്തി അങ്ങ് തുടങ്ങായിരുന്നു. അവള് പാലുമായി മെല്ലെ എന്റെ അടുത്ത് വരുന്നു. ഞാൻ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. റൊമാൻസ്. അവള് വരട്ടെ. സിബി എന്തരടാ നീ കാണിച്ചത്? ഇതിന് ഏതിനായാലും കമ്പിയിട്ടിരുന്ന കൈയാണ് സിബി. റൂവൊക്കെ ലൂസായെന്ന് തോന്നണ എനിക്ക്. നിനക്ക് എന്റെ അടുത്ത് എന്തേലും തോന്നിയാ? തോന്നിയത് മൊത്തം നിനക്കല്ലേടാ സിബി. നിനക്ക് എന്റെ അടുത്ത് എന്തേലും പറഞ്ഞുകൂടെയായിരുന്നാടാ? എങ്ങനെ പറയും സിബി? ചുണ്ട് നീ കടിച്ചു പിടിച്ചിരുന്നാടാ. നീ എന്തിനാടാ ഇപ്പൊ വന്നത്? അളിയാ എനിക്ക് നിന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ല, അതുകൊണ്ടല്ലേടാ ഞാൻ ഇപ്പൊ വന്നേ. ഓക്കെ, അടുത്ത കല്യാണത്തിന് വന്നാൽ മതി. പൊക്കോ. എടാ അളിയാ, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടല്ലേ അളിയാ? എനിക്കോ? ഉണ്ടളിയാ, ഉണ്ട്. ഇല്ല അളിയ, നീ ചിരിച്ചോണ്ട് പറയത്തില്ല അളിയ ഇത്. എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമില്ല. പൊക്കു അളിയാ, നശിപ്പിക്കല്ലേ അളിയാ. നീ എന്തളിയ ഇങ്ങനൊക്കെ പറയുന്നേ? അളിയ എനിക്കറിയാം, നീ എൻ്റെ ഒരു കൂട്ടുകാരനാണോ? കൂട്ടുകാരനായിരുന്നെങ്കിൽ അളിയ 1ാം ക്ലാസ് മുതൽ പഠിച്ചിട്ട് നീ എന്നെ ഫോണിലൂടെയാണ് കല്യാണം വിളിച്ചത്. എനിക്കൊരു കുറി തന്ന അളിയാ നീ. കുറി തരാത്തയാണോ നിന്റെ പ്രശ്നം? കുറി തന്നാ നീ പോവോ? പോവാ. കുറി എവിടെ? പൊന്നളിയാ, കുറിതായിരിക്കണ്. നശിപ്പിക്കാതെ നീ ഒന്ന് പോടേ. ഞാൻ തുടങ്ങിട്ട് അവളിപ്പോ എന്നോട് സ്നേഹമില്ല. അല്ല ചോദിക്കായിരുന്നു അളിയ. അളിയ എന്താ കല്യാണത്തിന് വരാഞ്ഞിരുന്നു? പറ, നീ എന്താ വരാത്തെ? അളിയ നിനക്കറിയാവോ
കുണ്ടറവെള്ളങ്ങടെ മിനിയമ്മായിയെ ഓ എനിക്ക് എന്താവശ്യമുണ്ടല്ലോ മിനിയമ്മായി പറന്നു വരും. ആ പറന്നു വരാൻ നിന്റെ മിനിയമ്മ എന്താ കാക്കി? അളിയാ ഒരുമാതിരി മറ്റേടത്തെ കൗണ്ടർ അടിക്കരുത്. അങ്ങനെയുള്ള മിനിയമ്മായിക്ക് ഒരു ആവശ്യം വരുമ്പോ ഞാൻ പോകണ്ടേ അളിയാ? പൊക്കോ. എന്താ ആവശ്യം? മിനിയമ്മായി മരിച്ചുപോയി. ഇനി അങ്ങനെ മിനിയമ്മായി മരിച്ചുപോയ മിനിയമ്മയുടെ മരണത്തിന് ചെന്നില്ലെങ്കിൽ മിനിയമ്മായി വിചാരിക്കും മിനിയമ്മയുടെ മരണത്തിന് ചെന്നില്ലെന്ന്. നീ പൊട്ടനാടാ. ഇത്രയും തിരക്കിന്റെ ഇടയിൽ മിനിയമായി നിന്നെ ശ്രദ്ധിക്കൂ? നിനക്ക് എന്റെ കല്യാണത്തിന് വന്നൂടായിരുന്നാടാ. ഇപ്പൊ കേറിയത് എന്റെ ഫസ്റ്റ് ഡേറ്റ് നശിപ്പിക്കും. മതിയായിരുന്നളിയാ, നീ വിഷമിക്കാതെ ഇങ്ങനെ. നിന്റെ വിഷമം മാറ്റാൻ നമ്മൾ രാവിലെ വരെ ഇവിടെ ഇരുന്ന് കഥ പറയും. ഇരിയളിയാ. ഒരുപാട് കഥ പറയാണ്ടല്ലേ എനിക്ക് നിന്നോട്. സ്കൂളിലെ കഥാപ്രസംഗത്തിന് പോലും ഒരു കഥയില്ലാത്തവനാ. എന്റെ ഫസ്റ്റ് ഡേറ്റിന് കൊറേ കഥയായിട്ട് വന്നിരിക്കും. ഗതി പിടിക്കൂലടാ നീ. നീ എന്റെ സുഹൃത്ത് തന്നെടാ. എന്താ സംശയം? പിന്നെ നീ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരത്തുണ്ടടാ എന്റെ കല്യാണത്തിന് ഒരെണ്ണം. മറന്നുപോയളിയാ ഞാനങ്ങ്. നീ മറക്കും. നിനക്ക് എന്റെ ഇഷ്ടമല്ല അത്. അളിയാ നിനക്കിപ്പോ ഗിഫ്റ്റ് വേണം. എവിടെ പോയിട്ടാലും അളിയാ നിന്നെക്കൊന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടേ നിന്റെ ഓഞ്ഞ മോന്ത ഇന്ന് ഞാൻ നോക്കത്തുള്ളൂ. അളിയാ ആണത്തോടെ എനിക്ക് വേണ്ടത്. താങ്ക്സ്. നീ ഇപ്പൊ പോയി തന്നെ ഗിഫ്റ്റ് വാങ്ങും. ഓ എറണാകുളത്തൊന്നും പറ്റിയ നല്ല കടയില്ലടാ. നീ അങ്ങ് തിരുവനന്തപുരത്ത് പോയിട്ട് സമയം എടുത്ത് ഒരു നല്ല ഒരെണ്ണം നോക്കി വാങ്ങിച്ചോണ്ടോന്നത്. അവള് വരുന്നു, ഞാൻ ഉമ്മ വയ്ക്കുന്നു. അയ്യോ അതല്ലല്ലോ സിബി. എന്തുവാടാ നീ പറയുന്നേ? സമയം 11 മണി കഴിഞ്ഞ്. നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. നിനക്കത് ഇപ്പോഴെങ്കിലും തോന്നിയല്ല. അളിയാ കട മുഴുവൻ അടച്ചു കാണും. നമുക്ക് ഗിഫ്റ്റ് നാളെ വാങ്ങാളിയാ. നമുക്കിപ്പോ ഇവിടെ ഇരുന്ന് ലുഡോ കളിക്കാം. ലുഡോ കളിക്കാനാടാ ഞാൻ ഇത്രയും മുടക്കി എന്റെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടത്. ഇറങ്ങി പോടേ. ലുഡോ കളിക്കാൻ ഇഷ്ടമല്ലേ? വേണ്ടളിയാ. നിനക്ക് ഇഷ്ടമുള്ള കളി പറയളിയാ, അത് കളിക്കാളിയാ. ഒരു പാത്രത്തിലുണ്ട് 2 പായൽ ഉറങ്ങിയവരാണ് അളിയാ നമ്മള്. ഒരു പായലല്ലേ? നമ്മൾ രണ്ടും കൂടെ ഒരു പായൽ എങ്ങനെ ഉറങ്ങുകളിയാ? ലോജിക്ക് നോക്കളിയാ. ശരി എന്നാ നീ ലോജിക്കുള്ള ഒരെണ്ണം പറ. പണ്ട് നീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിക്കറേ മുള്ളി. അതൊന്നും പറയില്ല, അവള് കേട്ടാ നിക്കറേ മുള്ളി നീ ഒറ്റപ്പെട്ട് നിന്നപ്പം നിനക്ക് വേണ്ടി മുട്ട മുള്ളിയില്ലേലും എന്താ ഞാൻ പറയുന്നേ, മുള്ള മുട്ടിയില്ലേലും മുക്കി മുള്ളി നിക്കറേ മുള്ളി നിനക്ക് വേണ്ടി ഞാൻ. ഏത് നേരത്താണോ എനിക്ക് മുള്ളാൻ തോന്നിയത്? 3ാമത്തെ പീരീഡ് അളിയാ. ഇറങ്ങി പോടാ സിബി. സിബി നീ അല്ലേടാ? തുടക്കം തൊട്ട് നീ തെറ്റിച്ച് കളിച്ച്. ഒരൊറ്റ പേരല്ലടാ ഞാൻ മാറ്റിയ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല ഇതൊന്നും മിണ്ടല്ലേ. അവളൊരു മെസ്സേജ് അയച്ചു, ഞാൻ നോക്കട്ടെ. മെസ്സേജ് അല്ലേ കളി അയച്ച, അല്ലാതെ മിസൈൽ ഒന്നും അല്ലല്ലോ ഇങ്ങനെ പേടിക്കാനായിട്ട്. ഈ കൗണ്ടറിന്റെ കോമഡി ഞാൻ ഇത് വായിച്ചിട്ട് പറഞ്ഞാ മതിയാ? മതി, പറ നീ. അത് നോക്കട്ടെ. ഗുഡ് ബോയ് സിബി ചേട്ടാ, എനിക്ക് നിന്നെ പ്രാണനെ പോലെയാണെന്ന് കേട്ടാടാ. ശരിക്കും നിങ്ങൾ എന്റെ ജീവിതത്തിലെ ബെസ്റ്റാന്ന്. എനിക്ക് ഹണിമൂണ് കാനഡയിൽ വെച്ച് മതി, എപ്പോ പോവാന്ന്. എന്റെ അറിവാളിയാ നിനക്ക് ഒരു പെണ്ണും ഇങ്ങനെ മെസ്സേജ് അയക്കത്തില്ല. ഇത് നീ കൈ നിട്ട് കളിച്ചാണ് അളിയാ. കാണിക്കളിയാ അത് വൈരടാ. ഗുഡ് ബോയ് സിബി. ഗുഡ് ബൈ സിബിന്ന് അങ്ങനല്ല, ബാക്കിയോടെ വൈരളിയാ. എനിക്ക് നിങ്ങൾ പ്രാണനെ പോലെയാണെന്ന്. എനിക്ക് നിങ്ങൾ പ്രാന്തനെ പോലെയാണെന്ന്. ഇത് നോക്ക്, ശരിക്കും നിങ്ങൾ എന്റെ ജീവിതത്തിൽ ബെസ്റ്റാന്ന്. ബെസ്റ്റ് ആണെന്നളിയാ. അയ്യോ എനിക്ക് കാനഡയിലെ പണി മതി. എനിക്ക് വായിക്കാനകത്തില്ല. എനിക്ക് ക്യാമറമാൻ ഹരിമോ മതി എന്നാണ്. പോകട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം അവളെ ഒളിച്ചോടിയുന്ന ക്യാമറമാന്റെ കൂടെ. അയ്യോ എന്റെ പെണ്ണും പോയി ഫസ്റ്റ് ഡേറ്റും പോയി. അളിയാ നീ ഇങ്ങനെ വിഷമിക്കാതെ അളിയാ. സംസാരിച്ചാ തീരാത്ത പ്രശ്നമുണ്ടാ? ഇനി എന്തൊരു സംസാരിക്കാനാടാ? എന്തൊക്കെ കടക്കുന്ന അളിയാ സംസാരിക്കാൻ. നമുക്ക് വെളുക്കണ വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കണം. കിടന്ന് സംസാരിക്കണം. പിന്നെ അല്ല എല്ലാരും ഏക വെക്കുന്നുണ്ട്. എന്നീ ചുണ്ടേല് അതെ അവൻ കടിച്ചു മുറിച്ചതെന്ന്. എന്തൊരു ആർട്ടിസ്റ്റ് അല്ലേ. എടാ ചെവിയൊക്കെ നോക്കി പാവട്ടോ. ചെവിയിൽ കടിച്ചാ? ഇല്ലതാ കടിച്ചല്ല, അത് പൂ കയറിയതാ. എവിടെയാ നിങ്ങളുടെ സ്ഥലം? എവിടെയാ?
എന്റെ കരുനാഗപ്പള്ളി. ആ ഞാൻ തിരുവനന്തപുരം പാപ്പനംകോട്. ഈ വിഷ്ണുവിനെ നമുക്ക് ആരെങ്കിലും പോലെ തോന്നിക്കുന്നുണ്ടോ കാണുമ്പോ? ചില ഗസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോ ആരെങ്കിലും ജഗദീഷ് ഏട്ടന്റെ പഴയ ജഗദീഷ് ഏട്ടൻ ഇല്ലേ, തോന്നുന്നില്ലേ? ജഗദീഷ് ചേട്ടന്റെ മാനരസങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ആ തിരിച്ചാ നടന്നു പോകുമ്പോ ഷോൾഡർ ഒക്കെ ഇടുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് സെയിം അതേപോലെ തന്നെ. ഇനിയിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടെ കാണുമ്പോ അത് കറക്റ്റാന്നുള്ളത് എന്തായാലും മനസ്സിലാവും. എന്തായാലും അറിഞ്ഞോണ്ടിട്ടല്ല, വരുമോ നോക്കാം. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. അത് എനിക്ക് +2 പഠിച്ച ഒരു കാമുകി ഉണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണ്, നീ അവർ രണ്ടും ഒരേ സ്ഥലത്താണ്, നീ അവിടെ ഒന്ന് വേറെ ആരും പറയാൻ പാടില്ല, കൂട്ടുകാരനല്ലേ പറഞ്ഞു വെക്കണം. അപ്പൊ ഞാൻ അന്ന് കുളിച്ചില്ല, ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ടൊക്കെ വന്നു സുന്ദര കുട്ടവനായിട്ട് പറയാന്ന്. ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് പറഞ്ഞു, നോക്കി ഇവർ രണ്ട് എന്റെ കൂട്ടുകാരനും അവളും കൂടി ബസ്സിലിരിക്കുന്നു. ആളെ പ്രപ്പോസ് ചെയ്യാന്ന് വെച്ച പെണ്ണും വർത്താനം പറയാൻ പോയതായിരിക്കും. ശരിയാക്കി ബാക്കി കൂടെ പറയും വയ്യ. ഇതെങ്ങനെ വന്നു അതിന്റെ ഇടയില്? ഈ കഥ ഇവനെ കണ്ടപ്പോന്ന് പറഞ്ഞു. ഇവനെ എവിടുന്ന് കണ്ടപ്പോ പറഞ്ഞു? ഇവനെ നമ്മള് ഈ സ്കിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു പരിചയമുണ്ട്. ഇതിനു മുമ്പ് സ്കിറ്റൊക്കെ ചെയ്തുള്ള പരിചയത്തില്ല. ഇൻസ്റ്റാ റീൽസ് ഒക്കെ ഇൻസ്റ്റാ റീൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന അളിയനാ. ശരി, അങ്ങനെ ഞാൻ പിന്നെ അതിനുശേഷം ഏത് പെണ്ണിനെ നോക്കിയാലും എന്റെ കൂട്ടുകാർക്ക് സെറ്റാവും. അബദ്ധത്തില് നമ്മള് വിഷമിച്ചിരിക്കുമ്പോ ഒന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം എന്റെ പുറകെ വിട്ടു ഇവൻ പോയിട്ടുമില്ല, ഒരു പെണ്ണ് എനിക്ക് സെറ്റ് ആയിട്ടുമില്ല. എനിക്കെങ്കിലും ഒരെണ്ണം സെറ്റ് ആയാലോ, ഞാനും ഒന്നുമില്ലാതെ നടക്കുന്നവരുണ്ട്. കാര്യം മനസ്സിലായ? ഇവന്റെ നേരത്തെ എല്ലാ കൂട്ടുകാരന്മാർക്കും ഇവന്റെ പ്രേമം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രേമം സെറ്റ് ആവും. അങ്ങനെ പ്രേമം സെറ്റ് ആവാൻ വേണ്ടി കൂടെ കൂടിയതാണ്. രണ്ടും കൂടെ ഇവിടെ വന്നിരുന്ന് ബാറ്ററി ചാർജ് ചെയ്യണം. അപ്പൊ ആ സങ്കടത്തിലാണ് ആദ്യ രാത്രി പിടിച്ചത്. പിന്നെ ഇത് കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയാലോ? പക്ഷെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും സത്യത്തിന്റെ മുഖം വികൃതമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു ആ കിസ് എല്ലാം? എനിക്ക് അതാണ് അറിയേണ്ടത്. അവൻ മുതലെടുത്താന്ന് തോന്നുന്നത്. മുതലെടുത്തെങ്കിൽ നല്ലൊരെണ്ണത്തിന് എടുക്കൂല ഇവനാ. ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും തളർത്തി നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. പ്രതികാരം രാത്രി ഉറയെ കിടക്കുമ്പോ തിരിച്ചു കയറുമ്പോ എന്തായാലും ഒരു കാര്യം ആലോചിച്ചത്, നിങ്ങളുടെ കാമുകിമാര് പോയാലും വന്നാലും പൈസ നമ്മുടേതാണ് പോകുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ സ്കിറ്റ് കളിച്ചാൽ പൈസ ഇങ്ങോട്ടേക്കാണ് വരാൻ പോകുന്നത്. കാരണം അതാണ് ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ഗുണവും നിലവാരവും. അയ്യോ നമ്മുടെ ബാറ്ററി എന്തായാലും എത്ര % ചാർജ് കയറിയിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് എത്രയാണ് മണി ആയിട്ട് ട്രാൻസ്ഫർ ആയി കിട്ടാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയണ്ടേ? പക്ഷെ അതിന്റെ മുമ്പേ ഇവരുടെ എല്ലാ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയണ്ടേ? ജാനു ജാൻമണി ചിരിച്ചൂപ്പാട് പറഞ്ഞുണ്ട്. ജാൻമണിക്ക് ഫസ്റ്റ് നൈറ്റ് കറക്റ്റ് സ്കിറ്റാ കിട്ടിയ. അവളുടെ ഫുൾ വികാരം പുറത്തു വന്നു. പക്ഷെ എനിക്ക് അറിയാനുള്ളത്, എനിക്കൊരു ഡൗട്ട്, എന്തുകൊണ്ട് ജാൻമോനിയും അഭിഷേകും ഇത്ര അടുത്ത് ഇരുന്നിട്ടും ഇത്ര ദൂരത്തിരിക്കും? ആൾക്ക് വേറെ കിട്ടി. ഇപ്പൊ ഇവിടെ പറയാ ശരിക്കും കടിച്ചാ? ശരിക്കും കടിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, തെറ്റിദ്ധരിക്കല്ലേ. അവൻ പിടിച്ചോന്നെ ഒന്നും ചെയ്തു അറിയാൻ പറ്റത്തില്ല. ആ കെട്ടിപ്പിടിച്ച അവസരം കട്ടില് പൊട്ടിച്ചിട്ട് താഴെ വീഴുന്നു. ഓക്കെ, നമുക്ക് ഇനി ബാക്കില് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിനോടും കൂടെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സ്കിറ്റും. നല്ല സ്കിറ്റായിരുന്നു. കല്യാണം കഴിച്ചാണോടാ? ഞാനോ? ഇല്ല. ഇവൻ നമ്പർ വെക്കി കൊടുക്കല്ലേ? ശരി, എല്ലാവർക്കും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചിരി എത്രത്തോളം പവർ ആയിട്ടാണ് ബാറ്ററിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, ₹10,000 പൊടിന്നാ 10,000 രൂപ കിട്ടിയാളിയാ. തെറ്റല്ലേ? ഇതുവരെ ഇനി എന്നാ വേണം? ഒന്നും വേണമെന്നോ? വേണം. ഇനി ഇങ്ങോട്ടേക്ക് വന്ന് പെർഫോം ചെയ്ത് ബാറ്ററിയുടെ ചാർജ് കൂട്ടി നമുക്ക് പൈസ കൂട്ടണ്ടേ? അപ്പൊ അതുപോലെ നമ്മളെ ചിരിപ്പിച്ചാൽ അതുപോലെ നമുക്ക് പവർ കിട്ടും. ആ പവറിന് നേടാം നിങ്ങൾക്ക് ഇതുപോലെ പണം. എലിന, ഇടയ്ക്ക് ഇവര് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കട്ടുന്നു. ഒരു മിനിറ്റ് മോനെ, എന്റെ ഒന്ന് സിൻസിയറിറ്റി. പൈസ കൊടുത്താലാണ് ഒരു സമാധാനം. അപ്പൊ കൊടുത്തു കഴിഞ്ഞ ഒരു മിനിറ്റ് കിട്ടും കേട്ടോ.
അപമാനിക്കല്ലേ. ഒരു മിനിറ്റ്, ഒരു സാധനം കാണിച്ചു തരാനുണ്ട്. എന്തേ അല്ല, പൈസ ട്രാൻസ്ഫർ പൈസ ചെയ്തോ? കിട്ടോ? അല്ല ഒരു മിനിറ്റ്, എനിക്ക് കിട്ടിയ നമ്പറിൽ ഞാൻ അയച്ചുതരാം. ദാ. ആ വന്നു 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 എടാ, അത് ഇതാ. പൈസ വന്നു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇതാ ഈ ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഇതിന്റെ വാൾപേപ്പർ ഇവര് പറയാനുള്ള മെസ്സേജ് സ്ക്രിപ്റ്റ് കാണുന്നുണ്ടോ? ലാസ്റ്റിലത്തെ ലെറ്റർ ഇല്ലേ, അതാണ് വാൾപേപ്പർ. ഒരു മിനിറ്റ്, അതാ അതായത് ഞങ്ങൾ നിന്നുമ്പോഴും ഉറങ്ങുമ്പോഴും സ്ക്രിപ്റ്റ് വാൾപേപ്പർ എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്. ഗുഡ് ബൈ സിബി, എനിക്ക് ഇതാണ് വായിക്കാൻ പാടുപെട്ടത്. ഇത്ര എഴുതി വെച്ചിട്ടാണോ വായിക്കാൻ ഓണാവുണ്ടായിരുന്ന സമയത്തിന്. പോരാത്തിന് അവൻ നോക്കുമ്പോ ഐഡിയ അങ്ങ് മാറും. പേജ് ഐഡി കണ്ടിട്ട് ഓൺ ആവും അല്ലേ, ഫുൾ ഓപ്പൺ ആവും. കൊള്ളാം. എന്തായാലും നിങ്ങളുടെ സ്കിറ്റ് അടിപൊളിയായിരുന്നു. ഇനിയും പവർ ആയിട്ട് വരാം. അപ്പൊ ഇത് ഏത് മൂഡ്? അതാണ് ഏത് മൂഡ്? സ്കിറ്റ് മൂഡ്. ആ, അപ്പൊ നമ്മൾ പവർ ആയിട്ട് വരുമോ? വരും. എങ്കിൽ പവർ ആയിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. ഇന്നത്തെ എപ്പിസോഡ് ഉഷാറായിരുന്നോ? ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായോ? അടിപൊളി, ഇഷ്ടായി. അവിടെ ഒരു പ്ലാനിങ് അതിന്റെ ഇടയ്ക്ക്. അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഒരുപാട് നേരമായിട്ട് പറയണോ വേണ്ടേ തുറന്നു പറഞ്ഞു. നമ്മുടെ ഈ ഫ്ലോർ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഷോ എന്ന് പറയുന്നത് എന്തും തുറന്നു പറയാവുന്നതാണ്. അവിടെ വന്നെങ്കിലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് പറയണം. ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവാത്തെന്തോ കാര്യം. ആക്ച്വലി എനിക്കും പറയാനുണ്ട്. അവൾക്ക് മാത്രല്ല ഞങ്ങൾക്കും പറയാനുണ്ട്. അയ്യോ, എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ടുള്ളത്. വായോ. വെറും കൈയോടെ അല്ല, കയ്യില് ഒരു കിടിലൻ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. വായോ. ഇത് വെറും ഒരു ഗിഫ്റ്റ് അല്ല, ഇതിനുള്ളിൽ ഞങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം. ഓ എന്റെ ദൈവമേ, ഹൃദയമായിട്ട് വന്നു വരുന്നത്. എന്നാലും സന്തോഷമുള്ളൂ ഞങ്ങൾക്ക്. നിങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് തരാന്ന് പറയുന്നത് ചേച്ചിക്കല്ല, ഇത് ഒറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, സന്തോഷിക്കണ്ട. ആ ആളുടെ പേര് ഞങ്ങൾ പറയാം. 1 2 3. കുട്ടിയാകിൽ. ഒരേ സ്വരത്തിൽ കുട്ടിയാകിലോ? നിങ്ങൾ എല്ലാരും കുട്ടിയാകിലാണോ ഗിഫ്റ്റ് കൊടുക്കാൻ വന്നേ? പിന്നെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വിട്ടു തരണം. കാര്യം രാവിലെ അടിക്കടി കൊണ്ടാക്കണം. അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളൊക്കെ കട്ട ഫാനാണ്. എനിക്ക് ഏറ്റവും ഒരു അട്രാക്ഷൻ തോന്നിയ കാര്യം ആ വിസിലടിയാണ് കേട്ടോ. കൂടെ നമ്മൾ ഓരോ കൗണ്ടേഴ്സ് കേൾക്കുമ്പോൾ അയ്യോ, വെറുതെ നടന്ന സമയത്ത് ഉത്സവ പറമ്പിൽ വിസിലടിച്ചാൽ മതിയായിരുന്നു. നാട്ടിൽ ഈ വിസിലടിച്ചാലാണ് നാട്ടുകാർ കെട്ടിയിട്ട് തല്ലി. എന്തായിരിക്കും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? നിങ്ങളേത് ഇത് ഒരുമിച്ച് വരാൻ 4 എപ്പിസോഡിലായിട്ട് വന്നിരുന്നെങ്കിൽ ശരി, നമുക്ക് നോക്കട്ടെ എന്താ ദൈവമേ. ഞങ്ങൾക്ക് സ്പാർക്ക് അടിച്ചു. എനിക്ക് എപ്പോഴും സ്പാർക്ക് അടിച്ചു. അല്ല, ഇതിപ്പോ മൊത്തം കൂട്ടത് ഡാൻസ് ഒക്കെ കണ്ടാ കൊള്ളാൻ തോന്നുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ അതെ. ഈ സമയത്ത് തീ തിന്നാൻ പറഞ്ഞ അവൻ തിന്നും. റംസാൻ നിലാവത്ത പെണ്ണല്ലേ, റംഗീല പെണ്ണല്ലേ, റംസാൻ നിലാവത്ത പെണ്ണല്ലേ, റംഗീല പെണ്ണല്ലേ, തങ്കക്കിനാവിന്റെ കസവല്ലേ, കല്യാണ പെണ്ണല്ലേ, ഏഴാം കടലിന്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണെ പൂമാരൻ, റംസാൻ നിലാവത്ത പെണ്ണല്ലേ, റംഗീല പെണ്ണല്ലേ. ഞാൻ വീണ്ടും റൂമിൽ പോയി കളിയാക്കും. തുറക്കങ്ങോട്ട് വായിച്ചോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് April 15th ആണ്. 15ാം തീയതി പറയുന്നത് വിഷു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ കുട്ടിക്കണ്ണന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അഖിൽ. ഹാപ്പി ബർത്ത്ഡേ. ഫുൾ ടൈം തണ്ണി ആയതുകൊണ്ടാണ് നിനക്ക് തണ്ണിമത്ത. ബർത്ത്ഡേ വിഷ് എന്നുള്ള രീതിയിൽ കണ്ണടച്ച് ഇഷ്ടമുള്ള ഒരു ആഗ്രഹം ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തോ. മനസ്സിൽ നിന്റെ ബർത്ത്ഡേയുടെ ദിവസം നീ ആഗ്രഹിച്ച ഒരു സംഭവം ഇവിടെ നടക്കണം എന്നുള്ളൊരു സാധനമാണ് കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്യാം. എന്താ ഇത് പിടിച്ചോ, കത്തിയാണേ. കത്തി കണ്ണോർന്നോ. ഹാപ്പി ബർത്ത്ഡേ.
എത്ര കാലം കഴിഞ്ഞാലും കുട്ടി എന്നുള്ളൊരു ഇൻഷ്യൽ അഖിൽ അത് ഓൾവേസ് അഖിലിന്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ ഇന്ന് ശരിക്കും 40ാമത്തെ ബർത്ത്ഡേ ആണെങ്കിലും കുട്ടി അഖിൽ 40 ചുമ്മാ അങ്ങനെ പറയല്ലോ 38. ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഖിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. സുഹൃത്തുക്കളെ, അഖിലിന്റെ ബർത്ത്ഡേ ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അഖിൽ, we love you. Happy birthday. Bye bye. Good night.